ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ലോഗോസ് കിസ് 2025 എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും 4-ാം അധ്യായത്തിലെ മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു മന്ന ക്വിസ് ഗൈഡ് ചാനൽ. അഞ്ച് ചോദ്യങ്ങളാണ് ഈ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കടക്കുന്നതിന് മുൻപായി എഫേസോസിന്റെ 3-ാം അധ്യായത്തിലെ മോക്ക് ടെസ്റ്റ് വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ വന്ന മാർക്കുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഭാഗം കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാവുന്നതാണ്. നമ്മുടെ വീഡിയോ തയ്യാറാക്കുന്ന സമയത്തുള്ള കമന്റിൽ നിന്നുള്ള മാർക്കുകൾ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കമന്റ് ബോക്സിൽ വന്ന മാർക്കുകളിലേക്ക് 24 മാർക്ക് ലഭിച്ചത് ഷീന ജോർജ്, മേഴ്സി ജോസഫ്. 23 മാർക്ക് ലഭിച്ചത് അൽഫോൻസ ജോസ്, എൽസി സാംസൺ. 22 മാർക്ക് ലഭിച്ചത് ലീലാമ തോമസ്, റീനാമ ജോർജ്, ട്രീസാമ തോമസ്. 21 മാർക്ക് ലഭിച്ചത് സോണി ഷിജു, മോളി ജോസ്. 20 മാർക്ക് ലഭിച്ചത് തങ്കമ്മ ഗബ്രിയേൽ, സാബു. 19 മാർക്ക് ലഭിച്ചത് റോസലി ജോർജ്. 16 മാർക്ക് ലഭിച്ചത് റാണി ഡൊമിനിക്. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. നമുക്കിനി ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാം. ചോദ്യം 1. വിജാതീയരുടെ ബുദ്ധിയിൽ എന്താണ് നിറയുന്നത്? ഉത്തരം ഓപ്ഷൻ സി, അന്ധകാരം. ചോദ്യം 2. ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി. മനുഷ്യർക്ക് അവൻ എന്താണ് നൽകിയത്? ഉത്തരം ഓപ്ഷൻ ബി, ദാനങ്ങൾ. ചോദ്യം 3. അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ എന്ത് നൽകി? ഉത്തരം ഓപ്ഷൻ സി, വരം. ചോദ്യം 4. ഒരേ എന്തിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി, പ്രത്യാശയിൽ. ചോദ്യം 5. സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാം എന്തോടുകൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ? ഉത്തരം ഓപ്ഷൻ ബി, തിന്മകളോടും. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപായി ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം. ചോദ്യം 6. പൂരിപ്പിക്കുക. ഒരു കർത്താവും ഒരു ഡാഷും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. ഉത്തരം ഓപ്ഷൻ സി, വിശ്വാസവും. ചോദ്യം 7. കോപിക്കാം, എന്നാൽ എന്ത് ചെയ്യരുതെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ സി, പാപം. ചോദ്യം 8. പഴയ മനുഷ്യൻ എന്ത് നിറഞ്ഞ ആസക്തികളാലാണ്
കലുഷിതനായ മനുഷ്യനായത്? ഉത്തരം ഓപ്ഷൻ എ വഞ്ചന. ചോദ്യം 9. യേശുവിലുള്ളത് എന്താണ്? ഓപ്ഷൻ സി സത്യം. ചോദ്യം 10. ദൈവം ക്രിസ്തു വഴി നമ്മോട് കാട്ടിത്തന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ക്ഷമ. ചോദ്യം 11. ശരീരം മുഴുവൻ ഓരോ എന്തിലും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ ബി സന്ധിബന്ധവും. ചോദ്യം 12. ആര് തന്നെയാണ് എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തവൻ? ഉത്തരം ഓപ്ഷൻ സി ഇറങ്ങിയവൻ. ചോദ്യം 13. ആരോഹണത്തിന് മുൻപ് ക്രിസ്തു എവിടേക്ക് ഇറങ്ങി? ഉത്തരം ഓപ്ഷൻ ബി അധോഭാഗങ്ങൾ. ചോദ്യം 14. പൂരിപ്പിക്കുക. പക്ഷേ ഇതല്ല നിങ്ങൾ ഡാഷിൽ നിന്ന് പഠിച്ചത്. ഉത്തരം ഓപ്ഷൻ എ ക്രിസ്തുവിൽ. ചോദ്യം 15. മോഷ്ടാവ് ഇനി എന്ത് ചെയ്യരുത്? ഉത്തരം ഓപ്ഷൻ സി മോഷ്ടിക്കരുത്. ചോദ്യം 16. പൗലോസ് നിർദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന ആരെ പോലെ ജീവിക്കരുത്. ഉത്തരം ഓപ്ഷൻ ബി വിജാതിയർ. ചോദ്യം 17. എന്തിൽ നാം നവീകരിക്കപ്പെടണം? ഉത്തരം ഓപ്ഷൻ എ മനസ്സിൻ്റെ. ചോദ്യം 18. ദാനത്തിനനുസൃതമായി നാം എന്താണ് ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി കൃപ. ചോദ്യം 19. ആർക്കാണ് നമ്മൾ അവസരം കൊടുക്കരുത് എന്ന് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ബി സാത്താന്. ചോദ്യം 20. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്തു ചെയ്യരുത്? ഉത്തരം ഓപ്ഷൻ സി വേദനിപ്പിക്കരുത്. ചോദ്യം 21. സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം എന്തു ചെയ്യേണ്ടിയിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി വളരേണ്ടിയിരിക്കുന്നു. ചോദ്യം 22. ക്രിസ്തുവിൻ്റെ വിളിക്ക് എങ്ങനെയുള്ള ജീവിതം നമ്മൾ നയിക്കണം? ഉത്തരം ഓപ്ഷൻ ബി യോഗ്യമായത്. ചോദ്യം 23. വ്യാജം വെടിഞ്ഞ് എല്ലാവരും ആരോട് സത്യം സംസാരിക്കണം?
ഉത്തരം ഓപ്ഷൻ ബി അയൽക്കാരോട്. ചോദ്യം 24. നാം എന്തിന്റെ ബന്ധത്തിലൂടെയാണ് ഐക്യം നിലനിർത്താൻ ജാഗരൂകരാകേണ്ടത്? ഉത്തരം ഓപ്ഷൻ ബി സമാധാനത്തിന്റെ. ചോദ്യം 25. ആരെക്കുറിച്ചാണ് പരിപൂർണരാകുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനു വേണ്ടി പൗലോസ് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ സി വിശുദ്ധരെ. ചോദ്യം 26. പുതിയ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെ? ഉത്തരം ഓപ്ഷൻ സി ദൈവസാദൃശ്യത്തിൽ. ചോദ്യം 27. വിശ്വാസത്തിന്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിന്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് എങ്ങനെയുള്ള മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ പക്വതയാർന്ന. ചോദ്യം 28. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം എങ്ങനെ വർത്തിക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി സഹിഷ്ണുതയോടെ. ചോദ്യം 29. വിജാതീയർ ആവേശത്തോടെ എന്തിൽ മുഴുകി? ഓപ്ഷൻ ബി അശുദ്ധിയോടെ. ചോദ്യം 30. മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ആരെ പോലെയാകരുത് നമ്മൾ? ഉത്തരം ഓപ്ഷൻ ബി ശിശുക്കളാകരുത്. ചോദ്യം 31 പൂരിപ്പിക്കുക. സകലത്തിലുപരിയും സകലത്തിലൂടെയും സകലതിലും വർത്തിക്കുന്നവനും നമ്മുടെ എല്ലാം ഡാഷ് ദൈവം ഒരുവൻ മാത്രം. ഉത്തരം ഓപ്ഷൻ സി പിതാവുമായ. ചോദ്യം 32. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് എന്തിന്റെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ? ഉത്തരം ഓപ്ഷൻ ഡി തിന്മയുടെ. ചോദ്യം 33. അവൻ ഉന്നതങ്ങളിലേക്ക് എന്തു ചെയ്തപ്പോഴാണ് അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയത്? ഉത്തരം ഓപ്ഷൻ എ ആരോഹണം. ചോദ്യം 34. നിങ്ങൾ ആരെക്കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി യേശുവിനെ. ചോദ്യം 35. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ എന്തു ചെയ്യട്ടെ എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി നവീകരിക്കപ്പെടട്ടെ. അപ്പോൾ എത്ര മാർക്കാണ് എല്ലാവർക്കും ലഭിച്ചത്? ഏതെങ്കിലും ചോദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയിരുന്നോ? ഒന്ന് കമന്റ് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബൈ.